മറ്റൊരു 35% പറയുന്നത് അവർ വാപ്പയെയും ഉമ്മയെയും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ഉമ്മയോട് വാപ്പയോട് പൂർത്തീകരിക്കാനുള്ള ധാർമ്മിക ബാധ്യതകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വാപ്പയെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കിയാൽ നാട്ടുകാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ അത് പ്രതികൂലമായി ബാധിക്കും, അതുകൊണ്ട് വാപ്പയും ഉമ്മയും വീടിൻ്റെ അകത്തു തന്നെ കഴിയട്ടെ. അങ്ങനെയാണ് വീട് പണിയുമ്പോൾ ടോയ്ലറ്റിൻ്റെ വലിപ്പം പോലുമില്ലാത്ത 2 മുറികൾ അവർ സംവിധാനിക്കും. ആ മുറിയിൽ കഷ്ടിച്ചൊരു മനുഷ്യന് കിടക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാവുക. പ്രവിശാലമായ നമ്മുടെ വീടിൻ്റെ അകത്ത് അങ്ങനെയുള്ള മുറികൾ രൂപപ്പെട്ടു വരുന്നുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മുറിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ പ്രവിശാലമായ ഹാള് നല്ല വിസ്തൃതിയുള്ളതാണ്. 2000-ഉം 3000-ഉം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്. ബെഡ്റൂമിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അടുക്കളയാണെങ്കിൽ ഹാളിനേക്കാൾ വലുതാണ്. പക്ഷേ അങ്ങനെ വലിയ ഒരുപാട് റൂമുകളുള്ള സ്ഥലത്ത് വാപ്പയ്ക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തത് കുടുസായ ഇടുങ്ങിയ ഒരു മുറിയാണ്. ഈ 35% അച്ഛനെ, അമ്മയെ, ഉമ്മയെ, ബാപ്പയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് ഈ കുടുസായ മുറിയുടെ അകത്താണ്. അവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഹത്താ ഇദാ ലാഖത്ത് അലൈഹിമുൽ അർളു ബിമാ റഹബത്ത്. ഭൂമി പ്രവിശാലമായിരിക്കെ ആ ഭൂമിയുടെ വിശാലതയെ അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ കുടുസത അനുഭവിക്കുന്ന, നിസ്സഹായത അനുഭവിക്കുന്ന, ആർക്കും വേണ്ടാത്ത 2 ജന്മങ്ങളെ വീട്ടിൻ്റെ അകത്ത് ആരും കാണാതെ കെട്ടിയിട്ട് പൂട്ടിയിട്ട് വളർത്തുന്ന ഒരു തലമുറ നമ്മുടെ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ കുടുംബസങ്കല്പത്തെ കൈകാര്യം ചെയ്യുന്ന തിന്മയാണ് എങ്കിൽ, ഫാഹിഷത്താണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടേ നമ്മൾ. വേറൊരു 45% കുറിച്ച് പറഞ്ഞത് സ്വന്തം ഇണയുടെ, തുണയുടെ മാതാപിതാക്കളെ വെറുപ്പോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ എന്നതാണ്. എൻ്റെ അമ്മായിയമ്മയെ, എൻ്റെ അമ്മാച്ചനെ ഞാൻ വെറുപ്പോടുകൂടി നോക്കിക്കാണുന്ന, അവരൊക്കെയും ലാഭകരമല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നു. ലിബറലിസം കുടുംബത്തെ തകർക്കാൻ കൈവച്ചത് വീട്ടിൽ ലാഭകരമല്ലാത്ത ബിസിനസ് ചെയ്യുന്ന വാപ്പയെയും ഉമ്മയെയും പുറത്താക്കാനാണ്. അങ്ങനെയാണ് വാപ്പ ആവർത്തിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മക്കൾ പറയുന്നത് തന്ത വൈബാണ് എന്ന്. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച്, നമ്മുടെ മക്കളുടെ കോൺസെപ്റ്റ് ഉപദേശിക്കാൻ ചെല്ലുന്ന ആളുകളെ കുറിച്ച് അമ്മാവൻ വൈബും തന്ത വൈബും എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ദുരന്തത്തെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതില്ലേ? ഈ ദുരന്തത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? ആ ദുരന്തത്തെ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ നാളെ നമുക്കും വന്ന് ഭവിക്കാനുള്ള ഗതികേട് ഇതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇസ്ലാം മനുഷ്യന്റെ മാതാപിതാക്കളോടുള്ള സമീപനത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞു. വബിൽ വാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. ഹുമാ ജന്നതുക വനാറുക, നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് മോനെ നിന്റെ ഉപ്പയാണ്, ഉമ്മയാണ്. അതുകൊണ്ട് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിന്റെ ഉപ്പയുടെ മുഖത്ത് നോക്കി ഛേ എന്ന വർത്തമാനം പോലും പറയരുത്. ഉഫ് എന്ന് പറയുന്ന അറബി പദത്തിന് മലയാളത്തിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും നിസ്സാരമായ അർത്ഥമാണ് ഛേ എന്ന വാക്ക്. അങ്ങനെ പോലും ബാപ്പയോട് പറയരുത്. കാരണം ഹുമാ ജന്നതുക വനാറുക, അവരാണ് നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വാപ്പയോടൊപ്പം ചേർന്നിരിക്കുന്ന, വാപ്പയെ ഒന്ന് മുസാഫഹത്ത് ചെയ്യുന്ന, കെട്ടിപ്പിടിക്കുന്ന, ഉമ്മയുടെ കാലിഞ്ഞയ്ക്ക് കൊടുക്കുന്ന, ഉമ്മയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന, ഉമ്മയോട് ഒരുമിച്ചിരുന്ന് സഹവസിക്കുന്ന, ഉമ്മയോട് സല്ലപിക്കുന്ന, ഉമ്മയോട് വർത്തമാനം പറയുന്ന, വാപ്പയുടെയും ഉമ്മയുടെയും ചെവികളും കാതുകളുമായി മാറുന്ന മക്കളെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നത് നമ്മുടെ ഇടപെടലുകളാണ്. ഞാൻ എൻ്റെ വാപ്പയെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്, എൻ്റെ ഉമ്മയെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് നമ്മുടെ മക്കൾ നമ്മളെ ട്രീറ്റ് ചെയ്യുക. ഒരു പൊട്ടിയ കപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു പൊട്ടിയ കപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് സാഹിത്യകാരൻ അദ്ദേഹം പറയുന്നത്, ഒരു വീട്ടിൽ ഒരു കപ്പുണ്ടായിരുന്നു. ആ കപ്പ് നിലത്ത് വീണ് ഉടഞ്ഞപ്പോൾ അവിടെ വളർന്നു വരുന്ന ഒരു കുട്ടി ആ കപ്പെടുത്ത് പരസ്പരം ചേർത്ത് വെച്ച് ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുന്നത് എന്തിനാണ് എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഈ അമ്മ മോനോട് പറയുന്നുണ്ട്, മോനെ അത് കളഞ്ഞേക്ക്, അത് പൊട്ടിപ്പോയ കപ്പല്ലേ, നിനക്ക് പുതിയ കപ്പ് ഞാൻ വാങ്ങിച്ചു തരാം. ഈ മകൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞ മറുപടിയുണ്ട്,
എനിക്കിത് തന്നെ പൂർവ്വസ്ഥിതിയിലാക്കണം, ഈ കപ്പ് തന്നെ ഒട്ടിച്ചെടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോ മുത്തശ്ശി അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ, മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രമാണല്ലോ ഈ കപ്പ്. അമ്മ വളർന്ന് മുത്തശ്ശിയെ പോലെ എഴുന്നേറ്റിരിക്കാൻ വയ്യാത്ത അവസ്ഥയെത്തുമ്പോൾ അമ്മയ്ക്ക് കഞ്ഞി തരാൻ എനിക്ക് ഉപയോഗിക്കേണ്ടത് ഇതേ കപ്പ് തന്നെയാണ് എന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു തലമുറയുടെ കഥ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട് എങ്കിൽ, ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ് നമുക്ക് വേണ്ടി കാലം കാത്തിവച്ചിരിക്കുന്ന കാവ്യനീതി എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം.